നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലൂ സ്റ്റാക്ക് ആപ്പ് പ്ലെയർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ക്ലാഷ് ഓഫ് ക്ലാൻ ഗെയിം എങ്ങനെ കളിക്കാം എന്നതിനെ പറ്റിയിട്ടുള്ളൊരു ട്യൂട്ടോറിയലാണ്. അപ്പോൾ കൂടുതലൊന്നും പറയാതെ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഫസ്റ്റ് ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരുടെ സൈറ്റിൽ പോയിട്ട്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുണ്ട്, ലിങ്ക് ഇതിൽ കാണാം. ഇതിൽ പോയിട്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അതല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും മതി. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഗൂഗിളിൽ പോവുക, ഗൂഗിളിൽ ഓപ്പൺ ചെയ്ത് അതിൽ ബ്ലൂ സ്റ്റാക്ക് ആപ്പ് പ്ലെയർ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് കിട്ടുന്ന ആ റിസൾട്ട് തന്നെയാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ആദ്യത്തെ ആ റിസൾട്ടിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ പേജിലാണ് വരിക. ഈ പേജിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷൻ കാണാം, ഡൗൺലോഡ് ആപ്പ് പ്ലെയർ. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡൗൺലോഡ് പേജിലേക്ക് പോകും. അവിടെ സംഗതി ഡൗൺലോഡ് ആവും. പൊതുവേ ഡൗൺലോഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ അടിയിൽ താഴെ ഇവിടെ കാണിച്ചിട്ടുള്ളത് പോലെ റൺ ചെയ്യണോ അതോ ക്യാൻസൽ ചെയ്യണോ, അങ്ങനെ കുറേ സംഗതികളൊക്കെ വരും. അപ്പോൾ റൺ ക്ലിക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുത്താൽ മതി. ഇൻ കേസ് ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡൗൺലോഡിൽ പോവാം. അപ്പോൾ ഇപ്പോൾ സംഗതി ഡൗൺലോഡ് ആവുന്നുണ്ട്. ഡൗൺലോഡ് ഫിനിഷ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡൗൺലോഡ് ഫോൾഡറിൽ സംഗതി വരും. അപ്പോൾ നമുക്ക് അതിൽ പോവുക, ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഒരു ഉദാഹരണത്തിന് നമുക്ക് ഇത് തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, ബ്ലൂ സ്റ്റാക്ക് ഇൻസ്റ്റാളറിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. സംഗതി എക്സ്ട്രാക്റ്റ് ആവും. എക്സ്ട്രാക്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരിട്ട് തന്നെ ഇൻസ്റ്റാളേഷൻ തുടങ്ങുന്നതാണ്. ഓക്കെ, ഇൻസ്റ്റാളേഷൻ തുടങ്ങുമ്പോൾ ഫസ്റ്റ് സീൻ ഇതാണ്. അപ്പോൾ നമ്മൾ ഈ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്യുന്നു. ഇതൊക്കെ എല്ലാ സോഫ്റ്റ്വെയറും പോലെ തന്നെ, ചുമ്മാ കണ്ടിന്യൂ, നെക്സ്റ്റ് നെക്സ്റ്റ് നെക്സ്റ്റ്. ഇതിൽ രണ്ട് ഓപ്ഷൻ കാണാം, ആപ്പ് സ്റ്റോർ ആക്സസ് ആൻഡ് ആപ്ലിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ. ഇത് രണ്ടും ടിക്ക് ഉണ്ടാവും, രണ്ടും ഡിസേബിൾ ചെയ്യണ്ട, ഓണാക്കി ഇടണം. ഓക്കെ, ദെൻ ഇൻസ്റ്റാൾ കൊടുക്കാം. ഇപ്പോൾ സംഗതി ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമ്മുടെ സോഫ്റ്റ്വെയർ ഓപ്പൺ ആയി വരികയാണ്. ഇത് രണ്ട് മോഡുണ്ട്. ഒന്ന് നമുക്ക് ഫുൾ സ്ക്രീനായിട്ട് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ മുകളിൽ കാണുന്ന ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാ ഒരു സ്മോൾ ആപ്ലിക്കേഷൻ എന്ന രീതിയിലും ഉപയോഗിക്കാം. നമുക്ക് ഫുൾ സ്ക്രീനിലേക്ക് തന്നെ പോകാം. ഈ ഫുൾ സ്ക്രീനിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനായിട്ട് 11 എന്ന ഇതാണ് ഉപയോഗിക്കുന്നത്. F11 എന്ന് പറയുന്ന കീ ആണ്. ഓക്കെ, നമ്മുടെ സംഗതി ഇൻസ്റ്റാളായി. ചാനലുകൾ എല്ലാം ലോഡ് ആവുന്നുണ്ട്. ചാനൽസ് എന്ന് ഉദ്ദേശിച്ചത് കാറ്റഗറികൾ, കുറേ കാറ്റഗറീസ് ഉണ്ട് ആപ്ലിക്കേഷൻ്റെ, അത് ഡൗൺലോഡ് ആവുന്നുണ്ട്. നമുക്ക് ലൊക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. നമുക്ക് ഡോൺ ഷോ അഗെയിൻ ലൊക്കേഷൻ വീക്കിൽ ആൻഡ് ആക്യുറേറ്റ്ലി വിച്ച് ക്യാൻ റെഡ്യൂസ് ഇത് ഓരോരുത്തരുടെയും ആഗ്രഹം പോലെ ചെയ്യാം. നമ്മളിപ്പോൾ തൽക്കാലം എഗ്രി കൊടുക്കുന്നു, ലൊക്കേഷൻ ആക്യുറസിയിൽ എഗ്രി കൊടുക്കുന്നു. ദെൻ ഇൻ എ പ്രീവിയസ് വേർഷൻ ഓഫ് ആൻഡ്രോയിഡ് യു ടേൺഡ് ഓഫ് ദ എബിലിറ്റി. നിങ്ങൾ മുമ്പൊരിക്കൽ ഗൂഗിൾ ആപ്സിന് ലൊക്കേഷൻ ആക്സസ് നിങ്ങൾ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഓൺ ആക്കണോ എന്നാണ് ചോദിക്കുന്നത്. അത് നിങ്ങളുടെ താല്പര്യം പോലെ ചെയ്യാം. ഞാനിപ്പോൾ തൽക്കാലം യെസ് കൊടുക്കുന്നു. ഇത്രയായി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻസ് എല്ലാം ലോഡായി. അതിൽ ഇങ്ങനെ താഴെ പോകുമ്പോൾ തന്നെ നമ്മുടെ കഥാപാത്രം തന്നെ ഇവിടെ കാണാം, ക്ലാഷ് ഓഫ് ക്ലാൻസ്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നു, ഇത് ഒരു വൺ ടൈം സെറ്റപ്പാണ്. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത്, ഈ സെറ്റപ്പ് ഒരു തവണയേ വരുള്ളൂ. ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരിക്കലും രണ്ടാമത് സെറ്റ് ചെയ്യേണ്ടി വരില്ല. ആദ്യമായിട്ട് ആപ്പ് സ്റ്റോർ ഇനേബിൾ ചെയ്യണം. ആപ്ലിക്കേഷൻ സ്റ്റോർ ഓൾറെഡി ഇനേബിൾഡ് അല്ല,
സോ നമ്മൾ ആപ്പ് സ്റ്റോർ എനേബിൾ ചെയ്യാൻ കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ അതിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടാവും. ഫോണിലൊക്കെ കളിച്ചിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഒരു അക്കൗണ്ട് ഉണ്ടാവും, അത് കൊടുക്കാം. ഇൻ മൈ കേസ് എൻ്റെ ഒരു അക്കൗണ്ട് ഉണ്ട്, സോ ഐ വിൽ യൂസ് മൈൻ. അഡ്രസ്സും കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ യു ആർ അഗ്രീയിങ് ടു ടേംസ് ഓഫ് സർവീസ്, പ്രൈവസി പോളിസി ആൻഡ് ഗൂഗിൾ പ്ലേ ടേംസ് ആൻഡ് സർവീസസ് എന്ന് കാണിക്കും, അതിൽ ഓക്കെ കൊടുക്കുക. ഇത് മിക്കവാറും കുറച്ച് ടൈം എടുക്കും. ബാക്കപ്പ് ആൻഡ് റീസ്റ്റോർ എന്ന് പറയുന്ന ഭാഗം വരുന്നുണ്ട്, അതിൽ ടിക്ക് കിടന്നോട്ടെ. ദെൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതിൽ ടിക്ക് എടുത്ത് കളഞ്ഞേക്ക്. നമുക്ക് ന്യൂസും കാര്യങ്ങളൊന്നും ഓഫറൊന്നും വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെടുത്ത് കളയാം. ബാക്കപ്പ് അത്യാവശ്യമാണ്, അതൊക്കെ കൊടുക്കാം. ദെൻ നെക്സ്റ്റ് കൊടുക്കാം. അടുത്തതെന്ന് പറയുന്നത് ബ്ലൂ സ്റ്റാക്ക് അക്കൗണ്ട് സെറ്റ് ചെയ്യാനാണ് പറയുന്നത്, അത് നമുക്ക് കണ്ടിന്യൂ കൊടുക്കാം. അതിൽ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് വന്നിട്ടുണ്ടാവും, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ ഓക്കെ കൊടുക്കുക. അപ്പോൾ ലോഗിങ് ഇൻ ആസ് അവർ ഇത് കൊടുക്കും. ഇപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. സെറ്റപ്പ് ബ്ലൂ സ്റ്റാക്ക് അക്കൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ദെൻ ഇനേബിൾ ആപ്പ് സിങ്ക്, നിങ്ങളുടെ ആപ്ലിക്കേഷനും സെർവറുമായിട്ട്, അതായത് ആപ്പ് സ്റ്റോറുമായിട്ട് സിങ്ക് ഇനേബിൾ ചെയ്യണം. കണ്ടിന്യൂ കൊടുക്കാം. ഇതിനായിട്ട് ചെയ്യുമ്പോൾ നിങ്ങളെ ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും കൊടുക്കണം. ഇമെയിൽ അഡ്രസ്സ് വന്നിട്ടുണ്ടാവും. ദെൻ നെക്സ്റ്റ് കൊടുക്കാം. ഇത്രയും ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആപ്പ് സിങ്കും വൺ ടൈം സെറ്റപ്പ് റെഡിയായി. ദെൻ ലെറ്റ്സ് ഗോ. ഇനി നമുക്ക് ക്ലാഷ് ഓഫ് ക്ലാൻസ് ഇൻസ്റ്റാൾ ചെയ്യാം. ക്ലാഷ് ഓഫ് ക്ലാൻ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഇതിലങ്ങോട്ട് ക്ലിക്ക് ചെയ്യുക. ദെൻ ഈ വരുന്ന കഥാപാത്രത്തിനെ ആക്സെപ്റ്റ് ചെയ്യുക. ദെൻ ഇറ്റ് വിൽ ബി ഡൗൺലോഡഡ്. 46 MB ആണ്. ഓക്കെ, നമ്മുടെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി ഓപ്പൺ കൊടുക്കാം. ഓപ്പൺ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ട്യൂട്ടോറിയൽ മാതിരി സംഗതി വരും. സൂം ഔട്ട് സൂം ഇൻ ചെയ്യാനായിട്ട് ആരോ കീ ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. സോ നൗ ഇത് ഡോൺ ഷോ കൊടുക്കാം. ദെൻ ക്ലോസ് ചെയ്യാം. ഇപ്പോൾ ഗെയിം ലോഡാവുന്നുണ്ട്. ലോഡാകുമ്പോൾ ഈ ഒരു സംഗതി വരും, ഇന്നപ്പോൾ പർച്ചേസ് അത് ഇതാനത്തല എന്നൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് ഓക്കെ കൊടുത്താൽ മതി. ദെൻ നമ്മളിപ്പോൾ സംഗതി എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു വില്ലേജ് ഉള്ളത് കാരണം ഇതൊന്നും സെറ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല. നേരിട്ട് സൈൻ ഇൻ ചെയ്താൽ മതി. സൈൻ ഇൻ ചെയ്യാനായിട്ട് ഇതിൽ ഗ്രീൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ സൈൻ ഇൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ദിസ് ആപ്പ് റിക്വസ്റ്റ് ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് ഗൂഗിൾ പ്ലേ ഗെയിംസ് എന്ന് പറഞ്ഞിട്ട് വരും. ഇതെന്തായാലും ഇൻസ്റ്റാൾ ചെയ്യണം. ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ സംഗതി സ്റ്റേബിൾ ആയിരിക്കില്ല. ഇത് ചിലപ്പോൾ സോഫ്റ്റ്വെയർ ബ്രേക്ക് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ അത് ഇൻസ്റ്റാൾ ചെയ്യുന്നു. അത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഗൂഗിൾ പ്ലേയിലേക്ക് പോകും. അതിൽ ഈ സംഗതി വരും, ഗൂഗിൾ പ്ലേ ഗെയിംസ്. ദെൻ വി വിൽ ക്ലിക്ക് ഇൻസ്റ്റാൾ. അപ്പോൾ നേരത്തെ പോലെ തന്നെ അക്സെപ്റ്റ് കൊടുക്കുന്നു. ആൻഡ് ഡൗൺലോഡ് ആവാൻ വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്കത് ഓപ്പൺ കൊടുക്കാം. ഈ ഓപ്പൺ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഗൂഗിൾ പ്ലേയുടെ സർവീസും അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ വി വിൽ അപ്ഡേറ്റ് ദ ഗൂഗിൾ സർവീസ് ഓൾസോ. അതും ഇതേമാതിരി തന്നെ കുറച്ച് ഡൗൺലോഡ് ചെയ്യാനുള്ളതാണ്. ബട്ട് വി ഓൾറെഡി ഹാവ് വൺ, സോ ജസ്റ്റ് നീഡ് ടു അപ്ഡേറ്റ്. And Google Play services, we will click update and we will accept the terms and we will wait. Okay, അങ്ങനെ നമ്മൾ ഗൂഗിൾ പ്ലേ സർവീസ് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട്. Then we can press open. അങ്ങനെ അതും കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കുറേ സംഗതികളൊക്കെ വരും, മൈൻഡ് ചെയ്യണ്ട. Just go
ക്ലോസ്. ബാക്ക് പ്രസ് ചെയ്താൽ മതി. ഇതിൽ എഡിറ്റ് ചെയ്യാനൊന്നും നിൽക്കേണ്ട കാര്യമില്ല. ചെയ്യുന്നത് എന്താണെന്ന് വലിയ ഉറപ്പുണ്ടെന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കയറി എഡിറ്റ് ചെയ്തോളൂ, നോ പ്രോബ്ലം. ഓക്കെ, now we closed and Google it is connecting to Google Play Games. സോ എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു വില്ലേജ് ഉള്ളത് കാരണം ചോദിക്കും ഡു യു വാണ്ട് ടു ലോഡ് ദ വില്ലേജ്. ഇഫ് യു ക്യാൻസൽ ഹിയർ, നിങ്ങളിത് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കാൻ എനിക്കൊരു പിടിയില്ല കേട്ടോ. ജസ്റ്റ് പ്രസ് ലോഡ്. അപ്പോൾ നമ്മുടെ വില്ലേജ് സെർവറിൽ നിന്ന് ലോഡാവും. സോ യു ക്യാൻ കണ്ടിന്യൂ. ഇത്രയുമാണ് ചെയ്യാനുള്ളത്. ഇതിൽ മിനിമൈസ് ചെയ്യാൻ പറ്റും, മാക്സിമൈസ് ചെയ്യാനും പറ്റും. ആൻഡ് ദർ ഈസ് അനദർ ഓപ്ഷൻ, പ്രൈസ്. ദി സോഫ്റ്റ്വെയർ ഈസ് ഫ്രീ. ഈ സോഫ്റ്റ്വെയർ ഫ്രീ ആണ്, പക്ഷേ ഇതിന് ഇടയ്ക്കൊരു പേയ്മെൻറ്റ് വരും. പേയ്മെൻറ്റൊക്കെ ചോദിച്ചിട്ടൊരു മെസ്സേജ് വരും. അതിൽ 2 ഓപ്ഷൻ ഉണ്ടാവും. ഒന്ന് പൈസ കൊടുക്കാനുള്ള ഓപ്ഷൻ, രണ്ടാമത്തത് ട്രൈ സോഫ്റ്റ്വെയർ. നമുക്ക് ട്രൈ സോഫ്റ്റ്വെയർ എന്നുള്ളത് കൊടുത്താൽ മതി. അതായത് ഏതെങ്കിലും സോഫ്റ്റ്വെയറുകൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല, എന്നാലും ഏതെങ്കിലും സോഫ്റ്റ്വെയറുകൾ ഗൂഗിൾ പ്ലേയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യും. അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കാലം കൂടി നമുക്ക് ഇത് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതേമാതിരി സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്താൽ മാത്രം മതി, വേറെ പൈസ ഒന്നും കൊടുക്കണ്ട, നമുക്കിതിങ്ങനെ ഉപയോഗിക്കാം. അതാണ് ഈ സോഫ്റ്റ്വെയറിൻ്റെ പ്രത്യേകത. ഇങ്ങനെയൊക്കെയാണ് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കേണ്ടത്. ഓക്കെ ദെൻ, താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.